ഇനി കോപ്പ അമേരിക്ക വാർത്തകൾ. കോപ്പ അമേരിക്കയിൽ ക്വാർട്ടർ ലക്ഷ്യമിട്ട് ബ്രസീൽ ഇന്നിറങ്ങും. കൊളംബിയയാണ് ബ്രസീലിന്റെ എതിരാളികൾ. മത്സരം അല്പസമയത്തിനകം നടക്കും. കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അലമീൻ ചേരുന്നുണ്ട്. അലമീൻ, 25 മത്സരങ്ങളിൽ തോൽവി അറിയാതെയാണ് കൊളംബിയ എത്തുന്നത്. ബ്രസീലിന് കൊളംബിയ എത്രമാത്രം വെല്ലുവിളിയായിരിക്കും? ജയം അനിവാര്യമാണോ കാനറികൾക്ക്? കോപ്പ അമേരിക്കയിൽ ഇന്ന് ആവേശ പോരാട്ടമാണ്. പരാഗ്വയ്ക്കെതിരെ നടന്ന മത്സരത്തിൽ വമ്പൻ വിജയം നേടിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബ്രസീൽ കൊളംബിയയെ നേരിടാൻ ഒരുങ്ങുന്നത്. മികച്ച ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊളംബിയ ബ്രസീലിനെ തടയിടാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസം കൊളംബിയയ്ക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരം ഇന്ന് വളരെ വാശിയുള്ളതും ശ്രദ്ധേയമായതുമാണ്. അർജന്റീനക്കാരനായ പരിശീലകൻ നെസ്റ്റർ ലോറൻസോയുടെ കീഴിൽ മികച്ച പ്രകടനമാണ് കൊളംബിയ ഈ സീസണിൽ ഈ ടൂർണമെന്റിലുടനീളം നടത്തിവരുന്നത്. കഴിഞ്ഞ 25 മത്സരങ്ങളിൽ അവർ പരാജയമറിഞ്ഞിട്ടില്ല. കോപ്പ ഗ്രൂപ്പ് ഡിയിൽ 2 മത്സരങ്ങൾ വിജയിച്ച് കൊളംബിയ ഇപ്പോൾ 1ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. എന്നാൽ കൊളംബിയക്കെതിരെ മികച്ച റെക്കോർഡാണ് ബ്രസീലിനുള്ളത്. അതുകൊണ്ട് തന്നെ ബ്രസീലിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. കഴിഞ്ഞ 36 മത്സരങ്ങളിൽ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 4 തവണ മാത്രമാണ് കൊളംബിയയ്ക്ക് വിജയിക്കാനായത്. 21 മത്സരങ്ങളിൽ ബ്രസീലാണ് കൂടുതൽ വിജയിച്ച് ആധിപത്യം പുലർത്തുന്നത്. 13 തവണ ഇരുവരും തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ 11 തവണ സമനിലയിൽ പിരിഞ്ഞു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ നവംബർ മാസത്തിൽ ബ്രസീലും കൊളംബിയയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ 1-നെതിരെ 2 ഗോളുകൾക്ക് കൊളംബിയ ആയിരുന്നു അവസാനമായി ജയിച്ചിരുന്നത്. ഇത്തവണ കോപ്പയിൽ അസിസ്റ്റുകളുടെ കാര്യത്തിൽ 1ാം സ്ഥാനത്തുള്ള ജെയിംസ് റോഡ്രിഗസ് തന്നെയാണ് കൊളംബിയയുടെ തുറുപ്പ് ചീട്ട്. 3 അസിസ്റ്റന്റുകളാണ് ഇതുവരെയും റോഡ്രിഗസ് ടീമിന് വേണ്ടി നൽകിയിട്ടുള്ളത്. റോഡ്രിഗസ് തന്നെയാണ് അവരുടെ ഏറ്റവും മികച്ച താരമെന്നത്, ഈ ടൂർണമെന്റിൽ താരമെന്നത് നമുക്ക് പറയാൻ കഴിയും. എന്നാൽ മറുവശത്ത് വിനീഷ്യസ് ജൂനിയർ പരാഗ്വയ്ക്കെതിരെ ഇരട്ട ഗോളുകൾ നേടിയത് ബ്രസീലിന് വലിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. മാത്രവുമല്ല, കോപ്പ ഗ്രൂപ്പ് ഘട്ടത്തിൽ കഴിഞ്ഞ 9 മത്സരങ്ങളിൽ ബ്രസീൽ തോൽവി അറിഞ്ഞിട്ടുമില്ല. അതൊക്കെയും ബ്രസീലിന് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ടൂർണമെന്റിൽ കൊളംബിയ ഇതുവരെ നേടിയ ഗോളുകളിൽ 3 എണ്ണവും ഹെഡറുകളിലൂടെയാണ് പിറന്നത്. അതുകൊണ്ട് തന്നെ കൊളംബിയക്കെതിരെ സെറ്റ് പീസുകളിലൂടെ ബ്രസീൽ പ്രതിരോധം തീർക്കുക എന്നത് തന്നെയായിരിക്കും ബ്രസീലിന്റെ പദ്ധതി എന്ന് പറയുന്നത്. വീണ, ശരി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അൽ അമീനാണ് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകിയത്.